യേശു പറഞ്ഞ ഏറ്റവും മനോഹരവും ഹൃദയസ്പർശിയുമായ ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ, ദ പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ. ഇതിനെ സ്നേഹനിധിയായ പിതാവിന്റെ ഉപമ എന്നും വിളിക്കാറുണ്ട്. ഉപമ കഥ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എനിക്ക് ലഭിക്കേണ്ട വിഹിതം ഇപ്പോൾ തന്നെ തന്നാലും. പിതാവ് അവർക്കായി സ്വത്ത് വിഭജിച്ചു നൽകി. ഒന്ന് വീട് വിട്ടുപോകുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇളയ മകൻ എല്ലാം വിറ്റ് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ അവൻ ധൂർത്തനായി ജീവിച്ച് തന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചു. 2 കഷ്ടപ്പാട്. ആ നാട്ടിൽ വലിയൊരു ക്ഷാമമുണ്ടായപ്പോൾ അവൻ കഷ്ടത്തിലായി. ഒടുവിൽ പന്നികളെ മേയ്ക്കുന്ന ജോലി സ്വീകരിക്കേണ്ടി വന്നു. പന്നികൾ തിന്നുന്ന തവിട് കൊണ്ട് വിശപ്പടക്കാൻ പോലും അവൻ ആഗ്രഹിച്ചു. എന്നാൽ ആരും അവന് ഒന്നും നൽകിയില്ല. 3 തിരിച്ചറിവ്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ ചിന്തിച്ചു, എന്റെ പിതാവിന്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ ഭക്ഷണം കഴിക്കുന്നു. ഞാനിവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കൽ ചെന്ന്, ഞാൻ ദൈവത്തോടും നിങ്ങളോടും പാപം ചെയ്തു. ഇനി നിങ്ങളുടെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങളുടെ കൂലിക്കാരിൽ ഒരാളായി എന്നെ സ്വീകരിച്ചാലും എന്ന് പറയും. 4 മടങ്ങിവരവ്. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവൻ ദൂരെയായിരിക്കുമ്പോൾ തന്നെ പിതാവ് അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 5 സ്വീകരണം. മകൻ തന്റെ പാപം ഏറ്റുപറഞ്ഞെങ്കിലും പിതാവ് ദാസന്മാരോട് പറഞ്ഞു, വേഗം ഏറ്റവും നല്ല വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും നൽകി കൊഴുത്ത കാളക്കുട്ടിയെ അറുത്താഘോഷിക്കുവിൻ. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ബൈബിൾ വാക്യം. പ്രധാന ഭാഗം. അവൻ ദൂരത്തു വരുമ്പോൾ തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു അവനെ ചുംബിച്ചു. മകൻ അവനോടു, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്നു വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്നു പറഞ്ഞു. ഈ ഉപമയുടെ സാരം: ദൈവത്തിന്റെ കരുണ. നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും തെറ്റ് തിരുത്തി തിരികെ വരുമ്പോൾ ദൈവം നമ്മെ വെറുക്കുകയല്ല, മറിച്ച് ഇരുകൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. മാനസാന്തരം. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിക്കാനുള്ള മകന്റെ തീരുമാനമാണ് അവനെ രക്ഷിച്ചത്. മൂത്തപുത്രന്റെ മനോഭാവം. മടങ്ങിവന്ന അനിയനെ സ്വീകരിക്കുന്നതിൽ മൂത്ത മകൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഇത് അക്കാലത്തെ പരീശന്മാരുടെ സ്വയം നീതിയെയും അസൂയയെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ പാപികൾ മടങ്ങിവരുമ്പോൾ നാം സന്തോഷിക്കണമെന്നാണ് പിതാവ് ദൈവം പഠിപ്പിക്കുന്നത്.